ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഞങ്ങളുടെ തലയിൽ ഇങ്ങനെ തുണിയൊക്കെ കെട്ടി വന്നിരിക്കുന്നതാണ്. കാരണം ഞങ്ങളിപ്പോൾ കുളിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് ചതയമാണ്. അപ്പോൾ ഞങ്ങൾ ചതയ ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദിൽജ ഇവിടെ കുളിച്ചിട്ട്, ഞാൻ നേരത്തെ കുളിച്ചാണ്ട്, അത് ഞാൻ തോർത്തൊക്കെ തലക്കെട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ദിൽജ ഇപ്പം കുളിച്ചിട്ട് വന്നേ ഉള്ളൂ. എന്നിട്ട് ദിൽജ അതെ തലേ തോർത്തൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അവളുടെ മുടി കുറച്ചുള്ളതുകൊണ്ട് പോകും കഴിച്ചു. അതുകൊണ്ട് ഇങ്ങനെ കയറ്റി ഇത്രയും കയറ്റി അവള് എന്താ പറയാ തോർത്ത് കെട്ടി വെച്ചത് ഞാൻ കെട്ടി കൊടുത്താട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ പാട്ട് കേൾക്കുന്നുണ്ടോ? ചിലപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും. അത് ഞങ്ങളുടെ ഈ തൊട്ടടുത്ത് തന്നെയാണ് ഗുരുമന്ദിരം. ഞങ്ങൾ ഗുരുമന്ദിരത്തിലാണ് കേട്ടോ പോകുന്നത്. അപ്പൊ ഇന്ന് ഇവിടെ നിന്ന് നോക്കിയാൽ ചെറുതായിട്ട് കാണാം, പക്ഷെ വീഡിയോ കൂടെ കാണാൻ പാടാണ്. ഇതിപ്പോ ഞങ്ങളുടെ അമ്മയുടെ വീട് കേട്ടോ. അമ്മയുടെ വീടിന് തൊട്ടടുത്താണ്. ഒരു കുറച്ച് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഈ ഗുരുമന്ദിരത്തിൽ പോവാന്. അപ്പം അവിടെ ഇന്ന് ചതയമാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ചതയത്തിന് വേണ്ടി പോകുന്നുണ്ട്, ആഘോഷിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഞങ്ങളിത് ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. നല്ല വെയിലാണ്. ഇപ്പൊ സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴാണ് പോകുന്നത് ഗൈസ്. ഇത് ദിൽജ ഇവിടെ ബാഗിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദിൽജ കുട്ടി ഇങ്ങോട്ട് നോക്കൂ. ഇത് അമ്മ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അമ്മ വീട് പൂട്ടുവാണ് ഗൈസ്. അപ്പൊ ഞാനും ദിൽജയും ഒരേപോലത്തെ ഉടുപ്പൊക്കെ ഇട്ടാണ് പോകുന്നത് അല്ലേ? ഓക്കെ, ഇവിടെ ഒരു പൂച്ചക്കുട്ടി ഇരിക്കുന്നത് വിളിച്ചു നോക്കാം. ഹലോ, ബാ പൂച്ചക്കുട്ടി. ഓടിക്കാതെ അമ്മ ഇങ്ങ വാ. അമ്മ ഇവിടെ ശംഖുപുഷ്പമൊക്കെ പറിക്കുന്നു. അമ്മ സാരി ഒക്കെ കായ് വേണ്ട. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഇനി നേരെ അമ്പലത്തിലോട്ട് പോകാം. നമ്മൾ നടക്കാനുള്ള ദൂരമുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് എന്താ ജേ ഹായ് പറഞ്ഞേ. ഹായ് പറയുമ്പോൾ ഓടുന്നു. അപ്പം നമുക്ക് നടന്ന് പോവാം ഗൈസ്. ആ കാണുന്നതാണ് കേട്ടോ അമ്പലം. നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട്. അവിടെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. ദിൽജ ഇപ്പോഴും പേഴ്സിൻ്റെ കാര്യത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഇവിടെ ഉണ്ട്, ഞാനിത് ഇവിടെ ഉണ്ട്. നമ്മളപ്പോൾ അമ്പലത്തിൽ എത്താറായിട്ടോ. ഹായ്.
കവിസന്തതി സന്തതവും തൊഴുമെൻ പവനാടകമാടുവരമ്പൊരുളേ പൊരുളെന്നു മുടമ്പെടുമക്കളുയ തിരളെന്നുമിതൊക്കെയനർത്ഥകരം കൊണ്ടു കൃപാനിധിയെ കളമുണ്ടൊരു കളമുണ്ടൊരു ചൊരിഞ്ഞൊരു കനക ശിവശങ്കര ശൗവശരണ്യവേ ഭവസങ്കര സുരേഷാണ് തൊടുകാട് എടുത്തോ. കുഴപ്പമില്ലല്ലോ. മന്യമരണ്യം പ്രണമദേവേശം ശ്രീമൽ സുന്ദരകായം ശിഷ്ടജനാസേവ്യം സകലാസംഗം കുമാരാകണം ആയസുമോജസും സൗഖ്യവും നൽകണം മാനസ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ ആരായുവിരന്തമൊഴിച്ചാക്കി മകസിംഗ് നേരാവഴി. ഏതായാലും ഭക്തിപരമായ ചടങ്ങുകൾ മാത്രമേ നമ്മളിവിടെ നടത്തുന്നുള്ളൂ. വൈകുന്നേരത്തെ പരിപാടികൾ എന്ന് പറഞ്ഞാൽ 5:30 നടന്നുറപ്പ്, 6:30 ദീപാരാധന, തുടർന്ന് പ്രഭാഷണം, പിന്നെ കുട്ടികളുടെ സ്കോളർഷിപ്പ് വിതരണം. 10ാം ക്ലാസ് പ്ലസ് ടു വിജയികൾക്ക് 80% മേൽ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് നമ്മൾ സ്കോളർഷിപ്പ് ആവശ്യം കൊടുക്കുന്നവരെ ഈ വർഷം ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ ഷീൽഡ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഫോട്ടോ കിട്ടാൻ തന്നെ അറിയാത്തവരെയാണ് വന്നത്. അത് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പ്രതിഷ്ഠാവാക്യത്തിൽ തന്നെ ഷീൽഡ് വിതരണം ഉണ്ടായിരിക്കും. ഇന്ന് സ്കോളർഷിപ്പ് ക്യാഷ് അവാർഡ് വിതരണം ചെയ്യും. വൈകിട്ട് 8 മണിയോടുകൂടി.